ഹലോ, ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി എല്ലാവർക്കും സന്തോഷം സമാധാനം ഒക്കെയുള്ള നല്ലൊരു വർഷമാവട്ടെ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് തുടങ്ങാം. ഞാൻ വളരെ പ്രോപ്പറായിട്ട് മോർണിംഗ് റൂട്ടീനൊക്കെ പ്ലാൻ ചെയ്തു, ഒക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്തു. ന്യൂ ഇയറിൻ്റെ അന്ന് അല്ലെങ്കിലും നമ്മൾ എല്ലാം വളരെ കറക്റ്റായിട്ട് ചെയ്യുമല്ലോ. ഞാൻ വലിയ നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങളൊന്നും ഒബ്ജക്റ്റീവ്സ് ഒന്നും സെറ്റൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കമ്മിങ് വീഡിയോസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം, മോർണിംഗ് റുട്ടീനൊക്കെ. ഓക്കെ, നമ്മളെ ന്യൂ ഇയർ മോർണിംഗ് ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പം എക്സാമിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ നമ്മൾ വീടൊക്കെ മൊത്തത്തിൽ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിസുവിൻ്റെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ലാസ്റ്റ് മിനിറ്റിലൊരു കേസരി തട്ടിക്കൂട്ടി. അതിൻ്റെ റെസിപ്പി ക്വിക്കായിട്ടൊന്ന് പറയാം, ഭയങ്കരമായിട്ടൊന്നും പറയാനില്ല കേട്ടോ. അതെങ്ങനെ റെഡിയാക്കിയെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയാൽ മതിയിട്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇത്തിരി റവ റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒരേ കപ്പ് അളവിന് റവ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതേ കപ്പിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 3/4 കപ്പ് ഏലക്കായും ഷുഗറും കൂടി പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാനിത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി, നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ആക്കാം. എന്നിട്ട് റവ റോസ്റ്റ് ചെയ്തെടുക്കുന്നു. അതേ കപ്പിന് സെയിം അളവിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വേണമെങ്കിൽ കൂടുതൽ നെയ്യും പാലൊക്കെ ഒഴിച്ച് നിങ്ങൾക്ക് ആർഭാടാക്കാം. പിന്നെ എന്താണ്, ഷുഗറും ഏലക്കായും കൂടിയും പൊടിച്ചതാണ്. അപ്പം ഒരു കപ്പാണെങ്കിൽ റവ 1 കപ്പാണെങ്കിൽ 3/4 കപ്പൊക്കെ മതിയാവും നിങ്ങൾ മധുരത്തിനനുസരിച്ച്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂവും റൈസിൻസും നമ്മൾ വറുത്തത് ചേർത്ത് കൊടുക്കുക. അത്ര പണിയേ ഉള്ളൂ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ എടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കേസരി ഉണ്ടല്ലോ, അത് സെറ്റായി പോകുന്നതിന് മുന്നേ തന്നെ ചൂടോടെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം മോൻ്റെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് കോൾഡും പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ എക്സാമും തിരക്കും എല്ലാം കൂടി ആയിട്ട് ഞാൻ ഇതുവരെ ഒന്നും പ്ലാനൊന്നും ചെയ്തില്ല. ലാസ്റ്റ് മിനിറ്റിലാണ് കേട്ടോ. അത് നമ്മളെ വെക്കേഷൻ തുടങ്ങുന്ന ദിവസം ഫ്രൈഡേ ഉണ്ടല്ലോ, അന്നായിരുന്നു ഫുഡ് ഫെസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പ്ലാൻ ചെയ്താണ് ഒരു കേസരി ഉണ്ടാക്കി കൊടുത്തയക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഹോം മെയ്ഡ് പലഹാരങ്ങൾ കൊടുത്തയക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ കേസരി ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയ പാത്രത്തിലും കൂടിയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കൂടുതലൊന്നും ചേർക്കാഞ്ഞിട്ട് പോലും ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നമ്മളെ ഇഷ്ടത്തിന് നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറേ നട്ട്സൊക്കെ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പിന്നെ അവസാന മിനിറ്റിൽ, ഇതിപ്പോൾ ഫ്രൈഡേ മോർണിംഗ് പെട്ടെന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ പരിപാടീൻ്റെ അന്നാണ് ഞാനൊന്ന് നോക്കിയത്. എനിക്കതുവരെ കുറച്ച് കോൾഡും കാര്യങ്ങളും പിന്നെ എക്സാമിൻ്റെ തിരക്കും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എനിക്കൊന്നും പ്ലാൻ ചെയ്യാനും ഒന്നും പറ്റിയതില്ല. പിന്നെ നമുക്ക് വലിയ രീതിയിൽ അപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അതാ ഇങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കിയത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് ഫിസുവിൻ്റെ അടുത്ത് കൊടുത്തയച്ച് നമുക്കും പോകാനുണ്ടായിരുന്നു പരിപാടിക്ക് വേണ്ടിയിട്ട്. ക്രിസ്മസ് സെലിബ്രേഷനും പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് ഫെസ്റ്റും എല്ലാം കൂടിയായിരുന്നു മോൻ്റെ സ്കൂളിൽ. അങ്ങനെ നമ്മൾ ഫിസുവിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ്, ശരിക്കും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നത്. പലതരം പലഹാരങ്ങളും, ഓരോന്നിൻ്റെയും പേരൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് പലഹാരങ്ങൾ, ഫുഡ് കണ്ട് 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 നമുക്കൊന്നും കഴിക്കാൻ വേണ്ടാന്ന് തോന്നില്ലേ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ അപ്പങ്ങൾ. ശരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഉണ്ടാക്കിയതാണ്, കൂടുതലും ഹോം മെയ്ഡാണ്. അപ്പോൾ ഇത്രയും നല്ല അടിപൊളി പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്തുണ്ടല്ലോ എന്നാലോചിക്കുമ്പം എനിക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. നമുക്കറിയാത്ത കാര്യങ്ങൾ വേറെ ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ അംഗീകരിച്ച് കൊടുക്കണമല്ലോ അല്ലേ. ഹോം മെയ്ഡ് ഐറ്റംസ് മാത്രമല്ല, കുറച്ചൊക്കെ ബേക്കറി പലഹാരങ്ങളുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഈ ബ്ലാക്ക് അപ്പമൊക്കെ ബേക്കറി പലഹാരമാണ്. പിന്നെ ലഡു അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, കേക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി നോക്കി പോകുമ്പോഴാണ് ഇതാ നമ്മളെ കേസരി ഇവിടെ കണ്ടോ. നമ്മളെ കേസരി വേറെ കേസരീൻ്റെ കൂട്ടത്തിൽ ഇട്ടതാണ്. അത് സേമിയ കേസരിയാണ് കേട്ടോ. അത് നമ്മളെ തറവാട്ടിൽ നിന്ന് കോസിസ്റ്റർ ഉണ്ടാക്കി കൊണ്ടുപോയതാണ്. അപ്പോൾ അത് സേമിയ കേസരിയാണ്. ഓക്കെ, ഞങ്ങൾ രണ്ടാളും കുറച്ച് എളുപ്പമുള്ളതാണ് ഉണ്ടാക്കിയത്.
ആൾക്കാരൊക്കെ ഇത് കണ്ടില്ലേ, എന്തോരം സമയം ഹാർഡ് വർക്കും ഇട്ടിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ആലോചിക്കുകയാണേ. സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പായസങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് ഫെസ്റ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും കണ്ടതിൻ്റെയൊക്കെ ശേഷം പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്ത് ഞങ്ങളൊക്കെ വയറ് നിറയെ കഴിച്ച് പിന്നെ സദ്യ ഉണ്ടായിരുന്നു. ഫുഡ് കണ്ടും പിന്നെ ഈ പലഹാരങ്ങൾ കഴിച്ചിട്ടും പിന്നെ നമുക്ക് ഫുഡ് ഒരുപാടൊന്നും വേണ്ട എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കേക്കുകളൊക്കെ ഉണ്ട്. സ്പോഞ്ച് കേക്കുകൾ പലതരം, എന്താണ് അല്ലാത്ത കേക്കുകളും എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പോളകൾ, ഇറാനി പോള അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ കുറേ നമുക്ക് പേര് തന്നെ അറിയില്ല. ഇതൊക്കെ പാൽപ്പായസങ്ങളാണ്, പല വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന പല പാൽപ്പായസങ്ങൾ. പിന്നെന്താ നമ്മൾ ക്രീമൊക്കെ ഇട്ട് എന്താ പറയുക, ഡെക്കറേഷനൊക്കെ ചെയ്ത കേക്കുകളും പലഹാരങ്ങളൊക്കെ. പിന്നെ ഈ പലഹാരങ്ങളൊക്കെയാണ് ആദ്യം തന്നെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഉന്നക്കായൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യേണ്ടാത്ത പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും കൂടിയൊക്കെ വീതിച്ച് അങ്ങനെയൊക്കെ. അങ്ങനെ എന്താണെങ്കിലും നല്ല അടിപൊളി ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് നമ്മളെ വെക്കേഷൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്താണ് 1-2 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. നമ്മൾ അവിടെ ഫാമിലീൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും, ഡ്രസ്സല്ല കുറച്ച് ടോപ്സും അതും ഇതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, പാൻസും അതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു, SM സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രീറ്റ് ഷോപ്പിംഗ് അല്ല ഉദ്ദേശം. സ്ട്രീറ്റ് ഷോപ്പിംഗ് നമുക്ക് ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കുമല്ലോ. SM സ്ട്രീറ്റിൽ തന്നെയുള്ള അല്ലാത്ത ഷോപ്പുകളുണ്ടാവും, നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെയാണ്, ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ പോയത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിൻ്റെ താത്തൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് കുറേ എനിക്ക് കുറേ പാൻറ്റും ടോപ്പും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി അങ്ങനെ ഓരോ ദിവസങ്ങളൊക്കെ പോയി. പിന്നെ എന്തായിരുന്നു, വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും എടുത്തില്ല, ഞാൻ കുറേ ഷോർട്സ് എടുത്തു കേട്ടോ. ആ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ഇതിന് മുമ്പും ശേഷമൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചതില്ല, ഞാൻ കുറച്ച് മാക്സികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ മാക്സി ഒന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ എനിക്കിപ്പം മാക്സിയും കൂടി വാങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് രാത്രിയൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം സ്റ്റിച്ചൊക്കെ ചെയ്ത് റെഡിയാക്കി. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിൽ വരുന്നത് സാറ്റർഡേ ആണ്. സ്കൂൾ ഓപ്പൺ ആവുന്നതിൻ്റെ ഒരു 1-1.5 ദിവസം മുന്നാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ വന്ന പാടെ തന്നെ കുറേ പണിയുണ്ട്. നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഹാൻഡ് വാഷ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ ചെയ്തത് നമ്മൾ ഗ്രോസറിയൊക്കെ ഒന്ന് ലിസ്റ്റൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഗ്രോസറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അപ്പോൾ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്ന നമ്മളെ ലഗേജുകളൊക്കെ എടുത്ത് വെക്കാനും കുറേ നമുക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ ഹാൻഡ് വാഷ് ചെയ്യാനും ഇവിടെ മൊത്തത്തിൽ വൃത്തിയാക്കി എടുക്കാനുണ്ട്. വീട് ഭയങ്കര മെസ്സൊന്നും അല്ലെങ്കിലും ഇവിടെ ഞാനും ഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ലോണ്ട്രി അതുപോലെ കിച്ചൺ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പം മെസ്സായതാണ് കേട്ടോ. പിന്നെ അന്ന് കൂടുതലൊന്നും ചെയ്തില്ല. നെക്സ്റ്റ് ആണ് നമ്മളിതൊക്കെ ക്ലീൻ ചെയ്തത്. പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ പോയി. നെക്സ്റ്റ് നമ്മളെ സൺഡേ പിന്നെ നമ്മളെല്ലാം അലക്കി അങ്ങനെ നമ്മളെ വീട് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തു. ഒരു ന്യൂ ഇയറിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഏതൊരു പുതിയ തുടക്കത്തിനും വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യുമല്ലോ. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വീട് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മോന് അവസാനം 10 ദിവസമായിട്ട് ബുക്ക് തൊടാണ്ടിരിക്കുകയല്ലേ, മോന് ഡയറി എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ടൈം ടേബിൾ എടുത്ത് വെക്കാനും അങ്ങനത്തതൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും തീർന്നു പോയി. ഇനിയിപ്പം മൺഡേ സ്കൂളുണ്ടല്ലോ, അപ്പം പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുക, മോന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളും ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്തും കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ എന്താണെങ്കിലും നമ്മളെ 2023 അവിടെ തീർന്നു. ശരിക്കും എനിക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ നമ്മൾ കൊച്ചിയിലായിരുന്നു ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് 2023 ന്യൂ ഇയറിന് നമ്മൾ കൊച്ചിയിലായിരുന്നു. അതിൻ്റെ വ്ളോഗൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇരുന്നിട്ട് നമ്മൾ 2023 കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്ന് എഴുതി വെച്ചു. ഈ ഒരു ബുക്ക് ഞാൻ ഈ ഒരു വർഷത്തെ കാര്യങ്ങൾ മൈൽ സ്റ്റോൺസ് നമുക്ക് പറ്റുന്ന നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ, നമ്മളെ മൈൽ സ്റ്റോൺസ്, നമ്മളെ അബദ്ധങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബുക്ക്. അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മളെ ഇയർ എൻഡിങ്ങും വെക്കേഷനും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ എല്ലാവർക്കും, നമ്മളെല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ഞാൻ ഈ വർഷത്തെ മോർണിംഗ് റൂട്ടീനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നല്ല നല്ല കണ്ടൻറ്റുകളും മോട്ടിവേഷൻ ആകുന്ന വീഡിയോസും ഡേ ഇൻ മൈ ലൈഫും റൂട്ടീൻസും എല്ലാം ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് നമുക്ക്
എന്താണ് കുറേ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. നിങ്ങൾ കൂടുതൽ കമൻസും ഷെയറും ലൈക്കും എല്ലാം തരിക. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ സന്തോഷങ്ങളും എല്ലാ നന്മകളും ഈ വർഷവും കൂടെ ഉണ്ടാവട്ടെ. മുന്നോട്ടുള്ള വർഷങ്ങളിലൊക്കെ എല്ലാം നല്ലതും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ സങ്കടങ്ങളും നഷ്ടങ്ങളും വിഷമങ്ങളും എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് അതെല്ലാം മാറി നല്ലൊരു വർഷമാവട്ടെ. അപ്പം എന്നും എല്ലാം ഒരുപോലെയൊന്നും ഇരിക്കില്ലല്ലോ. അപ്പം നല്ല നല്ല മാറ്റങ്ങൾ എല്ലാവർക്കും വരട്ടെ. എല്ലാവരും ലൈഫിൽ ഹാപ്പി ആയിരിക്കുക. നമ്മൾക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സമാധാനം സന്തോഷമായിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ തരിക, ലൈക്കും ഷെയറൊക്കെ തരിക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.